ഈ മാനുഷികത ദൗർബല്യമാണെന്നുള്ള കൃഷ്ണൻ്റെ ഉപദേശം അല്ല, മാനുഷികത എന്ന് പറയരുത്, പൂർണ്ണമായ മാനുഷികത. ദൗർബല്യമാണെന്നുള്ള ഇത് അപൂർണമായ മാനുഷികതയാണ് കൃഷ്ണൻ്റെ ഉപദേശം. ധർമ്മം കുരുക്ഷേത്ര ഭൂമിയിലെ അർജുനന് മാത്രമാണോ, അതോ ജീവിത സമരത്തിൽ വ്യാപൃതരായ സാധാരണ വ്യക്തികൾക്ക് എല്ലാവർക്കും ഉള്ളതാണത്. അതല്ല ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഇപ്പോൾ ചില നമ്മുടെ നാട്ടിൻ പുറത്തും അല്ലാതെ നമ്മുടെ പരിചയ ബന്ധത്തിൽ കാണും, ചോദിച്ചാൽ തരും. ആശ്രിത വാത്സല്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ആശ്രിത വാത്സല്യം ഒന്നുമല്ല, ആശ്രിത വാത്സല്യം ചീത്ത വാക്കാണ്. ഇടശ്ശേരി മഹാകവി ഇടശ്ശേരി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി, കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ മറ്റോ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആരോടോ, അദ്ദേഹം വക്കീൽ ഉടമസ്ഥനായിരുന്നല്ലോ, അദ്ദേഹം 20 രൂപ കടം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് വഴിക്ക് വെച്ചാൽ അയ്യോ ഗോവിന്ദനായരെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ അത്, ഒരു പൈസ വേണ്ടിയിരുന്നു. ആണോ? എടുത്തു കൊടുത്തു. ആ 20 രൂപ എടുത്ത് അദ്ദേഹം ആ ചോദിച്ചയാളിന് കൊടുത്തു. എന്തു ചെയ്യും? എന്നിട്ട് വീട്ടിൽ വന്ന് താടിക്ക് കഴിഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഭാര്യയെ ഇനിയിപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ നിർത്തിയില്ല, പിന്നെ രണ്ടാമത് പൈസ ഉണ്ടാക്കണം അതിന്. അതൊരു മാനുഷികതയാണ്. അത്ര ഉദാത്തമായ മാനുഷികത പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ അദൃശ്യമായ ഹസ്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തില്ലേ? ആപൽഘട്ടങ്ങളിൽ എത്തേണ്ടതാണ്, എത്തണമെന്നുമില്ല. എന്താണ്, മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ അപ്പോഴത്തെ കർമ്മങ്ങളെ ആസ്പദമാക്കി മാത്രമല്ല ഇരിക്കുന്നത്. അതാണ് കാരണം. അവൻ ഈ നമ്മുടെ വർത്തമാനകാലത്തിൽ കാണുന്ന ഈ ജന്മത്തിൽ കാണുന്ന ഒറ്റപ്പെട്ട അസ്തിത്വമല്ല, അതൊരു അസ്തിത്വങ്ങളുടെ പരമ്പരയായിരിക്കും ഒരു മനുഷ്യൻ്റേത്, അസ്തിത്വങ്ങളുടെ തുടർച്ചയായിരിക്കും. അതുകൊണ്ട് ആ അസ്തിത്വങ്ങളുടെ പൂർവിക പാരമ്പര്യത്തിൽ അവൻ സംഭരിച്ചു വച്ചിരുന്ന ചിലത് അവൻ്റെ വർത്തമാനകാല ജന്മത്തിൽ അനുഭവത്തിൽ വരും. അതിന് പറയുന്ന പേര് സഞ്ചിത കർമ്മം എന്നാണ്. അപ്പോൾ ആ സഞ്ചിത കർമ്മത്തിൻ്റെ പ്രഭാവം കൊണ്ട് അപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ സത്ഫലം അനുഭവിച്ചു എന്ന് വരില്ല. ഈ സഞ്ചിത കർമ്മത്തിൻ്റെ സ്വാധീനം മനുഷ്യൻ്റെ വർത്തമാനകാല ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് സാധിക്കാതെ വരുന്നത്. പക്ഷേ അതിന് പിന്നീട് പ്രയോജനം കിട്ടും എന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത്, അല്ലെങ്കിൽ ദർശനം പറയുന്നത്. എന്താണത്? ആഗാമി കർമ്മം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അപ്പോൾ അതിലതിൻ്റെ ഗുണം കിട്ടും. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ദാർശനികമായി വ്യവഹരിച്ചു പോരുന്നത്. അപ്പോൾ അർജുനൻ്റേത് ഈ ദൗർബല്യം അർജുനനിൽ കിടക്കുന്നതുകൊണ്ട്, അത് അറിയാവുന്നത് കൊണ്ടുമാണ് കൃഷ്ണൻ അതിന് വിഷാദം എന്ന് പേരിട്ടത്. എന്നാൽ പിന്നെ വിഷാദം എന്ന് പേരിട്ടാൽ പോരെ, എന്താ വിഷാദ യോഗം എന്ന് പേരിട്ടത്? വിഷാദത്തെ ജ്ഞാനോപാധിയാക്കി മാറ്റി പിന്നീട്. അപ്പോൾ വിഷാദം ജ്ഞാനോപാധിയായി മാറിയതുകൊണ്ട് അതിന് വിഷാദയോഗം എന്ന് പേര്. അതാണ് എല്ലായിടത്തും ഈ അതിൻ്റെ പേരിട്ടതിൻ്റെ അവസാനം യോഗം എന്ന് കാണുന്നതാണ്. അതിനെ ജ്ഞാനോപായമാക്കി മാറ്റി, അതുകൊണ്ടാണ് അതിന് വിഷാദ യോഗം എന്ന് പേരിട്ടത്. അപ്പോൾ അർജുനനോട് നുണ പറയാൻ പറഞ്ഞപ്പോൾ അർജുനൻ അതിന് വിസമ്മതിച്ചു. അതെങ്ങനെ വന്നതാണ്? അത് ഈ ആധ്യാത്മിക നേട്ടത്തിൻ്റെ ഫലമായി വന്നതാണ്. ഈ തീർത്ഥാടനങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആധ്യാത്മികമായ ഉയർച്ചയിൽ നിന്ന് വന്നതാണ്. ആധ്യാത്മികമായ ഉയർച്ചയും സ്ത്രീപുരുഷ ബന്ധവും തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല. ഇപ്പോൾ ആ കാര്യം സാമാന്യം വ്യക്തമായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു തപോ വ്യക്തിത്വം തപോ വ്യക്തിത്വത്തിന് ഇങ്ങനെ, അല്ലെങ്കിൽ തപസ്സുകളൊക്കെ ഇങ്ങനെ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ ഉടനെ പറയ്ക്കുക, മറിഞ്ഞു വീഴാൻ പോവുക, പിടിച്ചോ എന്ന് പറയുക എന്നൊക്കെയാണ് തപസ്സുകൾ പറയുന്നതെങ്കിൽ, അല്ല, ഈ ക്ഷത്രിയന്റെ ഇപ്പൊ തന്നെ ഞാൻ പോയി യുദ്ധം ചെയ്ത് കളയാന്നുള്ള ഒരു വീര്യത്തിനൊപ്പമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ആധ്യാത്മിക മനോഭാവം. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്ന് സമരസപ്പെടുത്താൻ സാധ്യമല്ലെന്നേ. ചിന്തിക്കുന്ന ആളിന് വിറവൽ വരുമോ? ഞാനിപ്പോൾ ഇരുന്ന് മഹാഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നുകൊണ്ട് ഞാൻ പറയ്ക്കുക, നിങ്ങൾ എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുവരും, ഇയാൾക്ക് വേറെ എന്തോ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഇത് നിർത്തിയിട്ട് എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ മഹാഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരാൾ വിറയ്ക്കുന്നു, ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കാനുള്ള പാഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിറയ്ക്കുന്നു. പിന്നെ അസംബ്ലിയിലിരുന്ന് നമ്മുടെ സാമാജികന്മാർ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെല്ലാവരും കൂടി വിറയ്ക്കുക. 144 എത്ര പേരാണുള്ളത്? അത്ര ആൾ 140 അല്ലേ? 140 ആളുകൾ
മന്ത്രിമാരൊക്കെ കൂടി ഇരുന്ന് വിറയ്ക്കുക. ഭീതിയാണ്, ആ. അംഗീകരിക്കാം. അപ്പോൾ എന്തോ അവിടെ വല്ല വിഷവായുവോ വല്ലതും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ഉടനെ ഡോക്ടർമാരെല്ലാവരെയും വിളിച്ചു വരുത്തും. പിന്നെ അവരൊക്കെ വീഴാൻ പോവുക. ഇതൊന്നും ചിന്തയുടെ ലക്ഷണങ്ങളല്ല അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ദയയുടെ ലക്ഷണങ്ങളുമല്ല, കാരുണ്യത്തിൻ്റെ ലക്ഷണങ്ങളുമല്ല അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യക്ഷപ്പെട്ട മുഴുവനും പേടിയുടെ ലക്ഷണങ്ങളാണ്, ഭീതനായതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടത്. ത്വക്ചൈവ പരിദഹ്യതേ, മേത്തേക്ക് മുഴുവനും ചൂട് ചാരം കോരിയിട്ടത് പോലെ തോന്നുന്നു എന്നാണ്. ഇപ്പോഴും ചൂട് ചാരം കോരിയിടാൻ നിവൃത്തിയില്ല. എന്താണ് കാരണം? വിറക് കത്തിക്കാത്തതുകൊണ്ട് ചാരം ഉണ്ടാകില്ല. ചോദ്യം തോന്നുന്നു. തന്നെയായിരുന്നു. അല്ല, രണ്ടാമത്തെ ചോദ്യം അർജുനന്റെ തീർത്ഥയാത്രയുടെ പശ്ചാത്തലത്തില് ചോദിക്കുന്നത്, ഈ തീർത്ഥയാത്രകള് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും കാണാം. ഈ രാജാക്കന്മാരും സന്യാസിമാരും എല്ലാവരും തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട്. ഈ തീർത്ഥയാത്രയ്ക്ക് നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു മഹത്വം എന്താ, പ്രാധാന്യം എന്താ? അവിടെ മുനിവാടങ്ങളിൽ, ഇപ്പോൾ അഗസ്ത്യവാടത്തിൽ അർജുനൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാം. ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത വിദ്യകൾ അവിടെ നിന്നറിയാം. അനുഗ്രഹിക്കാൻ കെൽപ്പുള്ള ഋഷീശ്വരന്മാരെ കണ്ട് വണങ്ങാം. പിന്നെ ഈ പോകുന്ന ഒരു തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു തീർത്ഥകേന്ദ്രത്തിലേക്ക് വാണം പോലെ പോവുകയല്ല, ഹെലികോപ്റ്ററിൽ പോകുന്നത് പോലെ പോവുകയല്ല. ധാരാളം ആളുകളുമായി സമ്പർക്കമുണ്ട്, ബഹുജന സമ്പർക്കം. അത് കിട്ടും. ഗാന്ധിയോട് തിലകൻ പറഞ്ഞു, നിങ്ങൾ നടന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ ജീവിതമൊക്കെ ഒന്ന് കാണ് എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ തോർത്ത് കൊടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങിയത്. നമ്മുടെ കൃഷിവലന്മാരെല്ലാം തോർത്തു അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ വസ്ത്രമാണ് ധരിക്കുന്നത്. കോട്ടും ടൈയും ഒക്കെ കെട്ടി നടന്നിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാരിസ്റ്റർ അതിനുശേഷമാണ് നമ്മുടെ സാധാരണ ഒരു ഗ്രാമത്തിലെ ഗൃഹസ്ഥൻ്റെ, ഒരു കൃഷിവലൻ്റെ വസ്ത്രധാരണം മതി എനിക്കെന്ന് തീരുമാനിച്ചത്. അതാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ, മറ്റേത് ബ്രിട്ടീഷുകാരനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി.